ഇന്നത്തെ ഉച്ചയൂണ് സ്പെഷ്യലേ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് അധികം മാമ്പഴം കിട്ടിയ സമയത്ത് ഞാൻ കുറച്ചെടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതൊന്നെടുത്ത് പുളിശ്ശേരി ആക്കാൻ പോവാ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഒരു പീസ് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ പയറ് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്റെ വിചാരം ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നല്ലതായിട്ട് മുള വരുമെന്നാണ്. പക്ഷെ വലുതായിട്ടൊന്നും മുള വന്നില്ല. ചെറുതായിട്ട് മുള വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും തോരൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാരപ്പ് റെഡിയാക്കുവാണേ. ഈ തേങ്ങയിലോട്ട് 2-3 പച്ചമുളകും 2 കുഞ്ഞുള്ളിയും ഒരു വെളുത്തുള്ളിയും ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് ഈ തേങ്ങാരപ്പ് ഒന്ന് ഒതുക്കി എടുത്തതിന് ശേഷം കടുക് താളിച്ച് ഈ തേങ്ങാരപ്പിന്റെ പച്ചമുളക് മാറ്റിയെടുത്ത് പയറും ഇട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ പയർ തോരൻ റെഡിയാവേ. ഇനി മാമ്പഴ പുളിശ്ശേരിയിലിട്ടേ നമുക്ക് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അരപ്പിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. തേങ്ങാരപ്പ് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മോരടിച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ചെറുതായിട്ടും ചൂടാകുമ്പോഴത്തേക്കും ഞാൻ തീ ഓഫ് ചെയ്യേ. എന്നിട്ട് ഞാൻ താളിച്ചൊഴിക്കും ഇതിലോട്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമായിട്ട് ഇവിടെ അച്ചിങ്ങപ്പയർ കിട്ടുന്നത്. ചിങ്ങപ്പയർ നട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയണേ. ഇനി പല നാടുകളിലും പല പേരുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം അതിൻ്റെ മെഴുക്കുവരട്ടിയാണ് അടുത്ത് ഉണ്ടാക്കുന്നത്. ഞാൻ ഇലക്ട്രിക് കുക്കറിലാട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാർക്കട്ടെ ആദ്യം. ഇനി ഈ അച്ചിങ്ങപ്പയറിലോട്ടുണ്ടല്ലോ കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു ശകലം പോലെ വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് വേവിച്ചെടുത്ത് നല്ലതായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടോ. അപ്പോൾ എങ്ങനെ ചോറ് വിളമ്പിയാലോ. അപ്പം നല്ല ചൂട് ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കുറച്ച് മുളപ്പിച്ച പയറിൻ്റെ തോരനും അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടിയും നല്ല മാമ്പഴ പുളിശ്ശേരി എല്ലാം ചേർത്ത് ഞാൻ ചോറുണ്ണാൻ പോവാണേ. കൊതിയിടല്ലേ. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.